എൻ ഷംസീറിനെ പോലെയുള്ള ഒരു സഖാവിനെയൊക്കെ കയറിയിട്ട് കൊത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആരോഗ്യം വെള്ളാപ്പള്ളി നടേശന് ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. കഴിഞ്ഞ LDF സർക്കാരിന്റെ പരാജയത്തിന് പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരാൾ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹത്തിന്റെ പിടിവാശിയാണ്. എൻ ഷംസീറിനെ പോലെയുള്ളൊരു സഖാവിനെതിരെ പറയുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ഏകീകരണം എൻ ഷംസീറിലേക്ക് വരും. ആളുകൾ ചിന്തിച്ചു തുടങ്ങും. കാരണം വലിയൊരു പരാജയത്തിൻ്റെതായിട്ടുള്ള ചെറിയൊരു ആലസ്യമൊക്കെ CPM-നുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുന്നത് ഇടതുപക്ഷ ഐക്യത്തോടുകൂടി മുൻപോട്ട് പോകുന്ന ഒരു പ്രതിപക്ഷത്തെ ആയിരിക്കും. വലിയ സമരങ്ങൾ ഇവിടെ ഉണ്ടാവും. നമസ്കാരം. അങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ എന്ന പാപഭാരത്തെ ഒഫീഷ്യലായിട്ട് പിണറായി വിജയൻ കൈയൊഴിഞ്ഞു. ഇനിയൊരു പക്ഷേ രക്ഷപ്പെട്ടേക്കും. അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. കേരള രാഷ്ട്രീയത്തിലും മാധ്യമ വാർത്തകളിലും കുറച്ചു നാളായിട്ട് അപ്രസക്തനായി ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് പെട്ടെന്ന് കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവനയായിട്ട് വരുന്നത്. ആദ്യം പറയുന്നത് KB ഗണേഷ് കുമാറിനെ കുറിച്ചാണ്. അദ്ദേഹം വ്യക്തിശുദ്ധിയില്ലാത്തൊരു പരനാറി എന്നാണ് പറഞ്ഞത്. പരനാറി എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിലെ ആദ്യത്തെ ഒരു വാക്കല്ല. ഒപ്പം മുൻ സ്പീക്കറായിരുന്ന എൻ ഷംസീറിനെതിരെ അല്പം വർഗീയത കലർന്ന ഒരു പരാമർശം കൂടി നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അല്ല, മുസ്ലിം ലീഗിന്റെ മനസ്സുമായി നടക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ എന്നൊക്കെയാണ് പറഞ്ഞത്. അതിനെ പിന്നീട് CPM നേതാക്കൾ തന്നെ വളരെ നിശിതമായി വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തു. ഇപ്പോൾ പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ വെള്ളാപ്പള്ളി എന്ന പാപഭാരത്തെ ഒഫീഷ്യലായിട്ട് കഴുകി കളയുമ്പോൾ ഇനി അങ്ങോട്ട് CPM നിലപാട് ഇനി അവർക്ക് തുറന്നു പറയാലോ. കാരണം പിണറായിയാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പേരിൽ പഴി കേട്ടിട്ടുള്ള ഒരാൾ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ പാർട്ടിയുടെ തിരിച്ചടികൾക്കും ഒരു കാരണമായി എന്ന് പറയപ്പെടുന്ന ഒരു പേരാണ്. അതിനെ പിണറായി തന്നെ ആദ്യമായി തള്ളി പറഞ്ഞു. ഇനി അങ്ങോട്ട് CPM നേതാക്കൾക്ക് ധൈര്യപൂർവ്വം തള്ളി പറയാലോ അല്ലേ? അതായത് നിലപാടുകളില്ലാത്ത ഒരു സാമുദായിക നേതാവ്, എന്നാൽ ഒരുപാട് വലിയ നിലപാടുകളുള്ള ഒരു സമുദായത്തിൻ്റെ നേതാവായിട്ട് അദ്ദേഹം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നമ്മളെ അതിശയപ്പെടുത്തുന്നുണ്ട്. ഈ ഇഴവ സമുദായത്തെ ഏകീകരിക്കുന്നതിലും അവർക്ക് ശാക്തീകരിക്കുന്നതിലുമൊക്കെ ഒരുപാട് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള ഒരു കാര്യം നമ്മൾ സമ്മതിക്കുന്നു. പക്ഷേ അദ്ദേഹം സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഒരു അവസരവാദിയായിട്ട് മാറുന്ന ഒരു സാഹചര്യം, അതിനെങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക? അതിനെ നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ NSS-ഉം SNDP-യും കൂടെ ഒരു വേദിയിൽ വരട്ടെ. NSS-ഉം SNDP-യും കൂടെ ഒരു വേദിയിൽ വന്നതിന് ശേഷം പിന്നീട് നമുക്ക് പോയിട്ട് KB ഗണേഷ് കുമാറിനെ തെറി പറയാം. അങ്ങനെ ഒരു ശ്രമം ഒരിടയ്ക്ക് നടന്നിരുന്നു. സുകുമാരൻ നായർ പിന്മാറിയില്ലേ? സുകുമാരൻ നായർ ഓൺ ദ സ്പോട്ടിൽ തന്നെ പിന്മാറിയില്ലേ? ഇപ്പോൾ KB ഗണേഷ് കുമാർ സുകുമാരൻ നായർക്കെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് വലിയ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ എന്താണെന്ന് വരും ദിവസങ്ങളിൽ കേരളത്തിന് മനസ്സിലാകും. NSS-നും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ സുകുമാരൻ നായരും ഒരു പരിധിക്കപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിൽ ചില ഇടപെടലുകൾ നടത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ ശക്തമായിട്ട് എതിർക്കില്ലേ? മുഖ്യമന്ത്രിയോട് വരണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് ധൈര്യപ്പെടുവോ ഏതെങ്കിലും ഒരു സമുദായം നേതാവ്? ആരും ആയിക്കൊള്ളട്ടെ, ഒരു മുഖ്യമന്ത്രിയോട്, ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ഇനി നിങ്ങളുടെ അപ്പോയിൻമെന്റ് എനിക്ക് വേണ്ട എന്ന് പറയുമോ? പിണങ്ങിയതാ ശരിക്കും. അല്ല, മുഖ്യമന്ത്രി വിചാരിച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു? ഒരു മുഖ്യമന്ത്രി വിചാരിച്ചാൽ എന്തൊക്കെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് KB ഗണേഷ് കുമാറിന് വ്യക്തിശുദ്ധി ഉണ്ടോ, വെള്ളാപ്പള്ളി നടേശന് വ്യക്തിശുദ്ധി ഉണ്ടോ എന്ന് രണ്ടുപേരും പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കട്ടെ. അത് കേരളത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. എന്നാൽ എൻ ഷംസീറിനെ പോലെയുള്ള ഒരു മതേതര സ്വഭാവമുള്ള ഒരു കമ്മ്യൂണിസ്റ്റിനെ മുസ്ലിം ലീഗിൻ്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ പൊതുസമൂഹം ചോദ്യം ചെയ്യും. എൻ ഷംസീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ SFI-യിലൂടെ DYFI-യിലൂടെ സമരം ചെയ്ത് കേരളത്തിൽ പോലീസ് മർദ്ദനമേറ്റ് ജയിലിൽ കിടന്ന് വന്നിട്ടുള്ള ഒരു സഖാവാണ്. അദ്ദേഹം 2 പ്രാവശ്യം MLA ആയിട്ടുണ്ട്. MLA ആയതിനു ശേഷം 2ാം ടൈമിൽ അദ്ദേഹത്തിന് മന്ത്രിയാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ മന്ത്രി ആയില്ല. അങ്ങനെ മന്ത്രി ആവാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ആദ്യത്തെ 2.5 വർഷം നിയമസഭയിൽ ഒരു പ്രതിപക്ഷമായിരുന്നു. MP രാജേഷുമായിട്ട് സ്ഥിരം കൊമ്പ് കോർക്കുന്നതൊക്കെ നമ്മൾ നിയമസഭയ്ക്കകത്ത് കണ്ടിട്ടുണ്ട്. പിന്നീട് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രിസഭ പുനഃസംഘടന വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ ഷംസീറിനെ പിടിച്ച് സ്പീക്കറാക്കുകയും MP രാജേഷിനെ മന്ത്രിയാക്കുകയും ചെയ്തു. അന്നു മുതൽ കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും എൻ ഷംസീർ എന്ന സഖാവിനെ ഇഷ്ടമാണ്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായിട്ട് എല്ലാ കോൺഗ്രസ് MLA-മാരും എല്ലാ മുസ്ലിം ലീഗ് MLA-മാരുമായിട്ടും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതൊരു വ്യക്തിത്വമാണത്. അതെല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളുണ്ടെന്നേ. ഇപ്പോൾ BJP അതിനിശ്ചിതമായിട്ട് നമ്മളെല്ലാവരും വിമർശിക്കും, എല്ലാവരും വിമർശിക്കും. പക്ഷേ BJP-യുടെ 3 MLA-മാരെയും തിരുവനന്തപുരം മേയറെയും ഒരു പൊതുവേദിയിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയത്തില്ലേ?
അപ്പോൾ അവിടെ വെച്ച് പറയോ ഇതേ വർഗീയവാദിയായിട്ടുള്ള MLA വന്നിരിക്കുന്നു, അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്ന BJP-യുടെ MLA വന്നിരിക്കുന്നു, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടുതൽ പൊതുവേദിയിൽ വരില്ല എന്ന് പറയുമോ? അങ്ങനെ ഒന്നും ഇല്ല. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, AN ഷംസീറിനെ പോലെയുള്ള ഒരു സഖാവിനെയൊക്കെ കയറിയിട്ട് കൊത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആരോഗ്യം വെള്ളാപ്പള്ളി നടേശന് ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. ഒരുപക്ഷെ അദ്ദേഹം ഇത് പറഞ്ഞതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ സർക്കാർ മൈക്രോ ഫിനാൻസ് ഉൾപ്പെടെയുള്ള കേസുകളിൽ ശക്തമായ അന്വേഷണമായി മുമ്പോട്ട് വരികയാണ്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ആരെങ്കിലുമൊക്കെ തെറി പറയണമല്ലോ. ആരെയൊക്കെ തെറി പറഞ്ഞാലാണ് UDF സർക്കാരിൻ്റെ ഒരു പ്രീതി കിട്ടുക എന്ന് നോക്കിയിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ നടക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കണ്ണി കാണുന്നവരൊക്കെ തെറി പറയും. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ പരാജയത്തിന് പ്രധാനപ്പെട്ട കാരണക്കാരിൽ ഒരാൾ എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹത്തിൻ്റെ പിടിവാശിയാണ്. കാരണം കാലം ഇത്രയും ആയില്ലേ, അദ്ദേഹമൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറി കൊടുക്കണമെന്നേ. അദ്ദേഹത്തെ തള്ളി പറയാൻ ഇത്ര സമയം എടുത്തു എന്നുള്ളതാണ് ചിലപ്പോൾ ഇതിൽ പിണറായി വിജയൻ ചെയ്തൊരു തെറ്റ്. അല്ല, തീർച്ചയായിട്ടും ഇത് വലിയൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ്. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംഘപരിവാർ ശക്തികൾക്ക് പ്രീണനം നടത്തുന്നു UDF സർക്കാർ എന്നുള്ള രീതിയിൽ വലിയ ഒരു ആരോപണം ഇന്ന് മലബാർ മേഖലയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. ഈ അവസരത്തിൽ തന്നെ ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ ഇതുപോലത്തെ ഒരു പ്രസ്താവന നടത്തിയത് സത്യത്തിൽ CPM-ന് ഗുണം ചെയ്യും. AN ഷംസീറിനെ പോലെയുള്ളൊരു സഖാവിനെതിരെ പറയുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു ഏകീകരണം AN ഷംസീറിലേക്ക് വരും. ആളുകൾ ചിന്തിച്ചു തുടങ്ങും. AN ഷംസീർ വ്യക്തിവൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം വളരെ സരസമായിട്ട് സംസാരിക്കും, എല്ലാ ആളുകളോടും ഒരേ രീതിയിൽ ഇടപെടും. ഈ ജാതിയോ മതമോ അങ്ങനെ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ KB ഗണേഷ് കുമാർ അങ്ങനെയല്ല. അതിനുള്ളൊരു മറുപടി ദിവസങ്ങളിൽ വരുമായിരിക്കും. അല്ല, KB ഗണേഷ് കുമാർ കൃത്യമായിട്ട് മറുപടി കൊടുക്കും. അതായത് AN ഷംസീറൊന്നും മറുപടി പറയാനായിട്ടുള്ള അത്ര വലിയ ആളൊന്നും അല്ല വെള്ളാപ്പള്ളി നടേശൻ എന്നതിന് മറ്റൊരു വസ്തുതയാണ്. പാർട്ടിയുടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദനും തള്ളി പറഞ്ഞിട്ടുണ്ട്. ഗോവിന്ദ മാഷൻ പറഞ്ഞിരിക്കുന്നത് AN ഷംസീർ ആരാണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ പൊതുസമൂഹത്തിന് AN ഷംസീറിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അതുകൊണ്ട് AN ഷംസീറിനെയൊക്കെ പോയി കൊത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് തൻ്റെ ആരോഗ്യസ്ഥിതി എന്താണ് എന്ന് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുന്ന നല്ലതായിരിക്കാം. കാരണം വലിയൊരു പരാജയത്തിൻ്റെതായിട്ടുള്ള ചെറിയൊരു ആലസ്യമൊക്കെ CPM-നുണ്ട്. പക്ഷേ ഇത് കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുന്നത് ഇടതുപക്ഷ ഐക്യത്തോടുകൂടി മുൻപോട്ട് പോകുന്ന ഒരു പ്രതിപക്ഷത്തെ ആയിരിക്കും. വലിയ സമരങ്ങൾ ഇവിടെ ഉണ്ടാവും. ആ സമരങ്ങളുടെയൊക്കെ മുൻപന്തിയിൽ ഈ പറഞ്ഞ എല്ലാ ആളുകളും ഉണ്ടാവും. ഒരാളും വീട്ടിൽ കയറി അടച്ചിരിക്കത്തില്ല. അല്ലെങ്കിൽ കോൺഗ്രസിനകത്തെ പോലെ ഭരണം കിട്ടുന്ന സമയത്ത് കുറേ ആളുകൾ വലിയ എല്ലാ സ്ഥാനങ്ങളിലേക്കും വരും. ഭരണം നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് അവർ വീണ്ടും അവരുടെ പഴയ ജോലിയിലേക്ക് പോകും. അന്ന് ആ സമയത്ത് കോൺഗ്രസിനകത്ത് പണിയെടുക്കാൻ വേണ്ടി കുറച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ പിള്ളേരുണ്ടാവും, KSUവിൻ്റെ പിള്ളേരുണ്ടാവും. അവർക്കൊക്കെ അധികാരം വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവരെന്തെങ്കിലും കൊടുക്കും? ഒന്നും കൊടുക്കത്തില്ല. അതൊക്കെ സീനിയോറിറ്റി നോക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയും. അതൊന്നും CPM-നകത്തില്ല. CPM-നകത്ത് പണിയെടുക്കുന്നവൻ ആരാണോ അവന് അംഗീകാരം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് AN ഷംസീറിൻ്റെ ഒക്കെ അടുത്ത് എന്നെയൊക്കെ ഒരു വർഗീയവാദിയുടെ കുപ്പായം അണിയിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ ശ്രമിച്ചാൽ അത് നടക്കില്ല, വിലപ്പോവില്ല. ഇത് കേരളമാണ്. ഈ വെള്ളാപ്പള്ളിയുടെ ഇപ്പോഴത്തെ പരാമർശങ്ങൾക്കും അല്ലെങ്കിൽ ഇപ്പം ഇടത് പക്ഷത്തു നിന്നുള്ളവരെ അറ്റാക്ക് ചെയ്യുന്ന പ്രവണതയ്ക്ക് പിന്നിലും എന്തെങ്കിലും കോൺഗ്രസ് ബന്ധങ്ങളുണ്ടോ? അത് പറയിപ്പിക്കുന്നതാണെന്ന് കരുതുന്നില്ല. എങ്കിൽ പോലും മറ്റെന്തെങ്കിലും ലക്ഷ്യങ്ങൾ? ഇല്ല. ഇദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുക, താൻ ഇവിടെ സജീവമായിട്ട് തൻ്റെ സമുദായത്തിന് വേണ്ടിയിട്ട് വാദിക്കാൻ ഉണ്ട് എന്ന് പറയുക, അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് പണ്ടൊരു റിപ്പോർട്ടറെ താൻ വർഗീയവാദിയല്ലെന്ന് ചോദിച്ചില്ലേ, അയാളുടെ SFI-കാരനായിരുന്നു, താൻ SDPI-കാരനല്ലേ, താൻ ഈരാറ്റുപേട്ടക്കാരനല്ലേ എന്ന് ചോദിച്ചില്ലേ. ആ ഒരു മാനസികാവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. മുസ്ലിം സമുദായം എന്നും അദ്ദേഹത്തിന് ചെറിയൊരു പ്രശ്നമാണ്. അല്ല, ഇത് ഇപ്പം ഞാൻ പറയട്ടെ. കാരണം എന്താ വെച്ചാൽ ഈഴവ സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രബലമായിട്ടുള്ളൊരു സമുദായമാണ്. ഒരുപാട് വലിയ മഹാന്മാരായിട്ടുള്ള ആളുകൾ ഈഴവ സമുദായത്തിൽ നിന്നുണ്ട്. നല്ല ഭരണാധികാരികളുണ്ട്. അങ്ങനെയുള്ളൊരു സമുദായത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് ഇനിയും വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരാൾ തുടരണോ വേണ്ടയോ എന്ന് ആ സമുദായമാണ് തീരുമാനിക്കേണ്ടത്. ഡൽഹിയിൽ ചെല്ലുമ്പോൾ BJP-ആയും, കേരളത്തിൽ വരുമ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ വരുന്ന സമയത്ത് CPM-ആയും, ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ UDF-കാരനായിട്ടും ഇദ്ദേഹം നിറം മാറുന്നത് എത്ര പെട്ടെന്നാണ് നോക്കി. ഇദ്ദേഹം VD സതീശനുമായിട്ട് ധാരണ എത്തിയില്ലേ? മുഖ്യമന്ത്രി VD സതീശനുമായിട്ട് ധാരണ എത്തിയില്ലേ? VD സതീശൻ എന്ന് പറഞ്ഞ കാട്ടില്ലേ, മുഖ്യമന്ത്രി VD സതീശനുമായിട്ട് ധാരണ എത്തിയില്ലേ? ഇദ്ദേഹത്തിൻ്റെ മകൻ തന്നെ മുഖ്യമന്ത്രിയുടെ പിറന്നാളിന് വീട്ടിലെത്തി ഷാളണിച്ചിട്ട് പോയില്ലേ? ഇതൊക്കെയാണ് അവസ്ഥ. അവസരവാദമായിട്ടുള്ളൊരു സാമുദായിക നേതാവാണ് ഇദ്ദേഹം.
നിലപാടുകൾ കൃത്യമായിട്ടുള്ളൊരു സമുദായമാണ് ഈ ഈഴവ സമുദായം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല ഈഴവ സമുദായം ഇന്ന് ഇദ്ദേഹം പറയുന്നത് കേട്ട് എന്തെങ്കിലും ചെയ്യുന്നു. ഇദ്ദേഹം പണ്ട് വി ഡി സതീശൻ പറവൂരിൽ പരാജയപ്പെടുമെന്ന് പറഞ്ഞു. എനിക്കൊന്ന് 2016 തെരഞ്ഞെടുപ്പിലാണെന്ന് തോന്നുന്നു. അതിനു മുമ്പ് VM സുധീരൻ ആലപ്പുഴയിൽ പരാജയപ്പെടുമെന്ന് പറഞ്ഞു. ഇദ്ദേഹം പരാജയപ്പെടുത്താൻ നടന്നിരിക്കുന്ന ആളുകളെല്ലാം വിജയിച്ചിട്ടുണ്ട്, എല്ലാവരും വിജയിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു നിലപാടുമില്ലാത്ത ഒരു അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ വക്താവായിട്ട് വെള്ളാപ്പള്ളി നടേശൻ മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം നശിപ്പിച്ച് കളയരുത്. നമ്മളൊക്കെ ഇന്റർവ്യൂ എടുത്തിട്ടുള്ള ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ആള്. പക്ഷേ ഇതേ രീതിയിലുള്ള നിലപാടുകൾ, ഇതേ രീതിയിലുള്ള പച്ചയ്ക്ക് വർഗീയത പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ടടുത്ത് പറയണം. സമുദായത്തിന് വേണ്ടിയിട്ട് നിലപാടുകൾ സ്വീകരിക്കേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് അവരുടെ നിലപാടുകൾ പറയണം. പക്ഷെ പച്ചയായ വർഗീയത ഇങ്ങനെ പറഞ്ഞാൽ അത് കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നുള്ളൊരു സാമാന്യ ബോധം വെള്ളാപ്പള്ളി നടേശന് ഉണ്ടാവുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സാമുദായിക നേതാവ് എന്നുള്ള രീതിയിലുള്ള ആരോഗ്യത്തിന് നല്ലതായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്താൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ.